ചോട്ടാ വിപിൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പോർക്കളം. ആലപ്പി ഫിലിംസിന്റെ ബാനറിൽ ഒ.സി. വക്കച്ചനും വി.എൻ. ബാബുവും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. നമസ്കാരം, ഞാൻ ഒ.സി. വക്കച്ചൻ. ഞാനും വി.എൻ. ബാബുവും ചേർന്ന് നിർമ്മിക്കുന്ന പോർക്കളം എന്ന സിനിമ ആയുടെ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സിനിമ പൊക്കം കുറഞ്ഞവരുടെ കഥയാണ്. ഇതിന് സംവിധായകൻ പൊക്കം കുറഞ്ഞതാണ്, നായകൻ പൊക്കം കുറഞ്ഞതാണ്. എന്നതിനേക്കാൾ ഉപരിയായി ലോകത്തിലെ ശ്രദ്ധേയമായ ഈ പൊക്കം കുറഞ്ഞവർക്ക് ചാൾസ് ചാപ്ലിനെ പോലെ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ തന്നെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ സിനിമ വൻ വിജയമാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ തിയേറ്ററിൽ വരണം, ഈ സിനിമ കാണണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ സിനിമയുടെ എല്ലാ വിജയത്തിനും കാരണം ജനങ്ങളാണ്. ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം. ഇതിൽ അഭിനയിക്കുന്നവർ നീന കുറുപ്പ്, ചെമ്പിൽ അശോകൻ, വി.കെ. ബൈജു, കെ.ടി.എസ്. പടന്ത എന്നിവരാണ്. അതുകൂടാതെ തന്നെ ഒരു പറ്റം ആൾക്കാർ ഇതിനകത്ത് വേഷമിടുന്നുണ്ട്. എല്ലാവരും നല്ല ഭംഗിയായി തന്നെ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവർ, എൻ്റെ പേര് വി.എൻ. ബാബു, ചേർത്തലക്കാരനാണ്. ഞാനും എൻ്റെ സുഹൃത്തും വക്കച്ചൻ എന്നയാളും കൂടി ചേർന്ന് നിർമ്മിക്കുന്ന പോർക്കളം എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് എൻ്റെ നാട്ടുകാരൻ കൂടിയായ ചോട്ടാ വിപിൻ എന്നറിയപ്പെടുന്ന ആളാണ്. ചോട്ടാ വിപിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഉയരം കുറഞ്ഞ ആളാണ്. പക്ഷേ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പൊക്കം കുറഞ്ഞ കിരണം എന്ന കഥാനായകനായിട്ട് അഭിനയിക്കുന്നു. ഉയരം കുറഞ്ഞവരെ ഏതാണ്ട് 12ഓളം പേരെ പങ്കെടുപ്പിച്ച് അവർക്കെല്ലാം നല്ല ഒരു റോള് കൊടുത്തുകൊണ്ട് ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും ഒക്കെയാണ് ഇതിന് ആവശ്യം. കാരണം എന്നും സമൂഹത്തിൽ മാറി നിൽക്കപ്പെടേണ്ട കുറേ ആളുകൾ, അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് എത്രയും വേഗം പൂർത്തിയാക്കി നമ്മുടെ തിയേറ്ററുകളിൽ എത്തുന്ന ഈ ചിത്രം സകുടുംബം എത്തി നിങ്ങളെല്ലാവരും കാണേണ്ടതാണ്. അതുവഴി വേണം ഇവർക്കെല്ലാ പ്രോത്സാഹനവും ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്കും മനസ്സിലാകുവാൻ. നന്ദി, നമസ്കാരം. ശ്രീജിത്ത് ശിവ തിരക്കഥയൊരുക്കുന്ന ഈ ചിത്രത്തിന്റെ ക്യാമറാമാൻ പ്രശാന്ത് മാധവാണ്. നമസ്കാരം, എൻ്റെ പേര് ചോട്ടാ വിപിൻ. ഞങ്ങളൊരു പുതിയ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ സിനിമയുടെ പേര് പോർക്കളം. നിങ്ങളൊരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകാം ഈ സിനിമയ്ക്ക് എന്താണ് പോർക്കളം എന്നുള്ള പേര് വരാൻ കാരണമെന്ന്. എന്നാൽ ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നായകൻ ഉയരം കുറഞ്ഞ ആളാണ്. ആ നായകൻ്റെ കൂട്ടുകാരായിട്ട് ഈ സിനിമയിൽ വരുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം ഉയരം കുറഞ്ഞ ആളുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ സിനിമ ഉയരം കുറഞ്ഞവരുടെ ജീവിതാനുഭവത്തിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. ഉയരം കുറഞ്ഞ ആളുകൾ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ സിനിമയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സബ്ജക്റ്റ് എൻ്റെ പ്രിയ സുഹൃത്തായ ശ്രീജിത്ത് ശിവ എൻ്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ ജീവിതാനുഭവം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ശ്രീജിത്തിന് അങ്ങനെ ഒരു കഥ എഴുതാൻ ഉള്ള തോന്നൽ ഉണ്ടാകാൻ കാരണം ഞാനുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ്. ആ സൗഹൃദത്തിനകത്ത് നിന്നുകൊണ്ട് പല സമയങ്ങളിലായിട്ട് എന്നോട് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ഇങ്ങനൊരു തിരക്കഥ തയ്യാറാക്കുകയായിരുന്നു. അതെന്നോട് അവതരിപ്പിച്ചപ്പോൾ
എൻ്റെ കണ്ണുകൾ നിറയുകയാണ് ഉണ്ടായത്. കാരണം എൻ്റെ ജീവിതവുമായി വളരെ അടുത്ത് ഉള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെയാണ് ആ തിരക്കഥയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ സമ്മതിക്കുകയാണ് ചെയ്തത്. കാരണം ഈ ഒരു സിനിമ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് നിങ്ങൾ കാണാത്ത ഒരുപാട് വശങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുണ്ട്. ഉയരം കുറഞ്ഞതിൻ്റെ കുറവുകൾ മാത്രം നോക്കിക്കാണുന്ന ഒരു സമൂഹം, ഞങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ എന്താണെന്നുള്ളതും എല്ലാം ഈ സിനിമയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഒരു നിമിഷം ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംവിധായകൻ എന്ന രീതിയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എൻ്റെ 4 സുഹൃത്തുക്കളാണ്. ഞാൻ അവരുടെ കൂടെ ചേർന്നപ്പോൾ, സിനിമ എന്ന എൻ്റെ സ്വപ്നത്തിലേക്ക് നടന്നു കയറാനായിട്ട് അവരെ കൂടെ ചേർത്ത് പിടിച്ചപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും അവരുടേതാണെന്ന് തന്നെ തോന്നിച്ചുകൊണ്ട് എന്നോടൊപ്പം നിന്ന് എൻ്റെ ഓരോ വീഴ്ചയിലും അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നോടൊപ്പം നിന്ന് ഒരു സിനിമ എന്ന സ്വപ്നത്തിലേക്ക് നടന്നു കയറാൻ അവർ എന്നെ സഹായിച്ചു. സുഹൃത്തുക്കൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഈ അവസ്ഥ, ഞാൻ ഒരുപാട് വലിയ ഒരാളൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്താണോ ആ അവസ്ഥയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എൻ്റെ സൗഹൃദങ്ങൾ തന്നെയാണ്. NK ദേവരാജ് നിർമ്മാണ നിയന്ത്രണം നിർവഹിക്കുന്ന ഈ ചിത്രത്തിൽ കിരൺ സുരേഷും വർഷ പ്രസാദും നായികന്മാരായി എത്തുന്നു. കുഞ്ഞന്മാരോടൊപ്പം കോട്ടയം പുരുഷു, VK ബൈജു, അംബിക മോഹൻ എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ചെമ്പിൽ അശോകൻ, നീന കുറുപ്പ് എന്നിവരും ഈ ചിത്രത്തിലെ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ ചെമ്പിൽ അശോകൻ. ഞാനിപ്പോൾ പോർക്കളം എന്ന സിനിമയുടെ സെറ്റിലാണ്. ഏതാണ്ട് അന്തരീക്ഷം വളരെ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് പോർക്കളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോട്ടാ ബിബിൻ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് പോർക്കളം. അദ്ദേഹത്തിൻ്റെ നാട് ചേർത്തലയുടെ പരിസര പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പോർക്കളത്തിൽ നായകൻ്റെ അച്ഛൻ പവിത്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. ഒപ്പം നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ പടം പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന സിനിമയുടെ ലൊക്കേഷൻ ആലപ്പി ഫിലിംസിൻ്റെ ബാനറിൽ VN ബാബു നിർമ്മിക്കുന്ന പോർക്കളം എന്ന സിനിമയുടെ ഒരു പശ്ചാത്തലത്തിലാണ്. സിനിമയുടെ പ്രൊഡ്യൂസറും ആലപ്പിക്കാരനാണ്. നമ്മുടെ ലൊക്കേഷനും ആലപ്പിക്കടുത്ത് ചേർത്തലയും ആലപ്പുഴയും അവിടെയൊക്കെ ആയിട്ട് തന്നെയാണ്. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നെപ്പോലെ കുറച്ച് സാധാരണ ആൾക്കാരും പിന്നെ അസാധാരണമായ വളരെ സ്പെഷ്യലായ കുറേ ആൾക്കാരും ഉൾപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ്. അതിൻ്റെ ഡയറക്ടർ തന്നെ വെരി സ്പെഷ്യൽ പേഴ്സണാണ്. ആൻഡ് അധികം ആർട്ടിസ്റ്റുകളും. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ഡയറക്ടർ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചോട്ടാ ബിബിൻ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അവരുടെയൊക്കെ കഥയാണ് സത്യത്തിൽ. ഞങ്ങളൊക്കെ വെറുതെ അറ്റത്ത് നിൽക്കുന്ന ഫ്രിൽസ് ആൻഡ് ലേസസ് എന്ന് പറയാം. മെയിനായിട്ട് ഇത് സിനിമയുടെ കഥ നേരത്തെ ഞാൻ പറഞ്ഞ ഒരുപാട് സ്പെഷ്യൽ ആൾക്കാരുടെ കഥയാണ്. സിനിമയിൽ ഒരു നാട്ടിൻപുറത്തെ കഥയാണ്. ഞാൻ ഈ വേഷമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് വലിയ നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ളത്. അത് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കണം. ഒരു കല്യാണ സീനാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പം സിനിമ തീർച്ചയായിട്ടും അതിൻ്റെ കഥയും നിങ്ങൾക്കൊക്കെ നന്നായിട്ട് മനസ്സിൽ വേദനകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അവരുമായിട്ട് എന്താ പറയുക ഇല്ല ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പല നിമിഷങ്ങളും പല മുഹൂർത്തങ്ങളും ഈ സിനിമയിലുണ്ട്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പല മുഹൂർത്തങ്ങളും ഈ സിനിമയിലും നിങ്ങൾക്ക് കാണാം. ഈ സിനിമ മുന്നോട്ട് നയിക്കുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സ്പെഷ്യലായ ആൾക്കാരാണ്. അവർ വളരെ ഉയരം കുറഞ്ഞ കുറേ സ്പെഷ്യൽ ആൾക്കാരാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. അതിൻ്റെ ഡയറക്ടറും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഛോട്ടാ ഭീമനും അവരെ കൂട്ടത്തിലുള്ള ഒരാളാണ്. പക്ഷേ അങ്ങനെയൊരു ഹൈറ്റിൻ്റെ ഒരു പ്രശ്നമൊന്നും ഇവിടെ ഡയറക്ഷനിലും ഇവരുടെയൊക്കെ അഭിനയത്തിലും നമുക്കൊന്നും തോന്നില്ല. കാരണം വളരെ ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന അതേ സ്മാർട്ട്നെസ്സോടെയാണ് അവരൊക്കെ അഭിനയിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇത്രയ്ക്കും അധികം ഇവരെ പോലെയുള്ള ആൾക്കാരുമായിട്ട് ഞാൻ അടുക്കുന്നത്. പക്ഷേ നമുക്ക് അകലെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുക എന്തോ ഒരു കുറവ്. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലിങ്ങേ വേണ്ട. ഇവരൊക്കെ വളരെ സ്മാർട്ടാണ്. ഇവരോട് നമുക്കൊരു സിമ്പത്തിയോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം മച്ച് സ്ട്രോങ്ങർ ദാൻ അസ് എന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് വെരി സ്പെഷ്യൽ പീപ്പിൾ. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങളും സന്ദർഭങ്ങളും സിനിമയിലുണ്ട്. ആൻഡ് നല്ല രീതിയിൽ കഥ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിനിമയും കൂടി ആയിരിക്കും.